വഖഫ് അധിനിവേശത്തിനെതിരെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം പുതിയ തലത്തിലേക്ക്. ഫെബ്രുവരിയിൽ സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ല എങ്കിൽ തലസ്ഥാനത്തേക്കും സമരം വ്യാപിപ്പിക്കും. സഹന സമരത്തിൻ്റെ 100-ാം ദിവസം ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ രാപ്പകൽ സമരം ആരംഭിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, മുനമ്പത്ത് അവരുടെ സ്വന്തം മണ്ണ് സംരക്ഷിക്കാനായിട്ടുള്ള സമരം 100 ദിനം പിന്നിടുന്നു. കൂടുതൽ വിവരങ്ങൾ. മുനമ്പം ഭൂസമരം 100 ദിവസം പിന്നിടുമ്പോൾ ഇനിയുള്ള സമരം അത് കൂടുതൽ ശക്തമായി തന്നെ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ കഴിഞ്ഞ 100 ദിവസമായി അവർ സമരമിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണങ്ങൾ നടക്കുന്നു, ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിങ്ങുകൾ നടക്കുന്നു. കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സർക്കാർ എടുക്കുന്നു എന്നത് തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്നത്. ഈ 100-ാം ദിവസം വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തിക്കൊണ്ട് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ സമരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും BJP നേതാക്കൾ, ദേശീയ സംസ്ഥാന നേതാക്കൾ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തി രംഗത്ത് വരികയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ സഭാ നേതൃത്വവും എല്ലാം ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരുന്നു. ഈ സമരത്തിൽ ആദ്യാവസാനം മുന്നിൽ നിന്ന ആളാണ് റോയ് കുരിശിങ്കൽ. അദ്ദേഹം സമരത്തിന് നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്ത ഒരാളാണ്. ഈ ഒരു സമരം 100-ാം ദിവസം പിന്നിടുകയാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നത്? 100 ദിവസം നമ്മുടെ സമരം നമ്മൾ തുടർന്നു. നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒരു ജനതയുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനും മരിക്കാനുമുള്ള ഒരു സമരം കൂടിയാണ് ഇത്. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ചരിത്രം വരുന്നത് ഇപ്പോഴല്ലോ. ഞങ്ങളുടെ ചെറുപ്പകാലത്തും ഫാറൂഖ് എന്ന ഒരു കോളേജിൻ്റെ പ്രശ്നം കൊണ്ട് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയപ്പോൾ അന്ന് കോടതി വിധികളിലൂടെ വാങ്ങിയ, ഈ രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് വാങ്ങിയ ഈ ഭൂമിക്ക് മേലാണ് വഖഫ് ആക്ട് മൂലം. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് കുടിയിറക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ അവകാശങ്ങളോടെ അങ്ങനെ പുനഃസ്ഥാപിക്കുമെന്നല്ലാണ്. പക്ഷേ എന്തുകൊണ്ട് വഖഫ് ബോർഡിന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് കാരണമായ വഖഫ് ആക്ടിനെ കുറിച്ച് സംസാരിക്കുന്നതിന് ആരും തന്നെ ധൈര്യപ്പെടുന്നില്ല. വളരെ അപൂർവം ആളുകളാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ സമരം എന്ന് പറയുന്ന മുനമ്പത്തിന് വേണ്ടി മാത്രമല്ല. ഇവിടെ വന്ന് സംസാരിക്കുന്ന പലരും വഖഫിന് ഞങ്ങളെതിരല്ല, പക്ഷേ വഖഫ് ആക്ടിലെ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് അവർക്ക് നൽകുന്ന കുറേ അധികാരങ്ങൾ വെച്ചാണ് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. വഖഫ് എന്ന വാക്ക് തന്നെ സ്റ്റോപ്പേജ് എന്നാണല്ലോ. ഞങ്ങളുടെ ജീവിതം സ്റ്റോപ്പേജ് ആയിട്ട് 3 വർഷങ്ങൾ തികയാണ്. പലരും ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ആക്ടിലെ ചില കടുത്ത നിയമങ്ങൾ തന്നെയാണ്. അത് ഉണ്ടാക്കിയവർ സമ്മതിച്ചു തരില്ല എങ്കിലും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുനമ്പം സമരം എന്ന് പറയുന്നത്, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭൂമിശാസ്ത്രപരമായി ഒരു അറ്റമാണെങ്കിലും ഇതൊരു അറ്റമല്ല, ഇതൊരു തുടക്കമാണ്. ഈ വഖഫ് ആക്ടിലെ നിയമത്തിന് അതീതമായി ചില ഭരണഘടനാ വിരുദ്ധതകളുണ്ട്, മതേതരത്വത്തിന് ഘടകവിരുദ്ധമായ കുറേ കാര്യങ്ങളുണ്ട്. അവ മാറ്റി മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തുടക്കം മാത്രമാണ് മുനമ്പത്തെ ഞാൻ കാണുന്നത്, ഇവിടെയുള്ള പല ആളുകളും കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ പൊതുസമൂഹത്തിനോട് വെക്കാനുള്ളത്, വഖഫ് ആക്ടിലെ കടുത്ത അധികാരങ്ങൾ നൽകുന്ന ജനാധിപത്യത്തിന്